കാരണം ഇത് ജനങ്ങൾ അറിയണം. ഇതൊന്ന് നമ്മുടെ ക്യാമറ ഒന്ന് വൈഡായിട്ട് ഈ ആളുകൾക്ക് കാണണം. കാരണം അടിവാരത്ത് ഒരു ആളുകളുണ്ട് എന്ന ബോധ്യം ജനങ്ങൾക്ക് വേണം. ഞാൻ ആ രണ്ട് എന്നത് ഒരു ചോദ്യം ചോദിക്കാമെന്ന്, പിന്നെ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആവശ്യമാണ് എന്ന്. എല്ലാവരും ഇവിടെ ഒന്ന് നിരന്ന് നിൽക്കണം. കാരണം എന്താണെന്നറിയോ, ഞാൻ എന്നെ കേൾക്കുന്ന ഈ ലൈവ് കാണുന്ന ആളുകളോട് പറയുകയാണ്, ഈ പിറകിൽ കാണുന്ന ഒരു വോയിസ് ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ നാട്ടുകാർ മാത്രമല്ല. നിങ്ങൾ വിചാരിക്കും അടിവാരത്ത് എന്തെങ്കിലും അങ്ങ് വന്ന് കളഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അടിവാരത്ത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൈമാറ്റങ്ങൾ നടത്തി കളയാമെന്നൊക്കെ ഒരു ധാരണയുണ്ടാകും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ശക്തമായിട്ട് പറയുന്നു, നമ്മളിവിടെ നേരത്തെ ചുരം സംരക്ഷണ സമിതിയെ കുറിച്ച് പറഞ്ഞു. ചുരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇവിടെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനെയും ഫോറസ്റ്റിനെയും ഒക്കെ സഹായിക്കുന്ന ഒരു വലിയ ടീം ഈ അടിവാരം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇങ്ങനെയൊരു ടീം എന്ന് പറയുന്നത്. ഇവരൊക്കെ തൊഴിലാളികളാണ്. സദാ ഇവരുടെയൊക്കെ വേഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇവരൊക്കെ തൊഴിലാളികളാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവർക്കൊരു ഉത്തരവാദിത്വവും ഇല്ല, ഇവർക്കൊരു ഉത്തരവാദിത്വമില്ല, ഒരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ അവർക്ക് നല്ല ജോലി ചെയ്ത് ശമ്പളം വാങ്ങി അല്ലെങ്കിൽ കൂലി വാങ്ങി വൈകിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായിട്ട് കിടക്കാം. പക്ഷെ ഇവർ ഇവിടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്, ഈ ഒരു ഉത്തരവാദിത്വത്തിൽ ഒരു പ്രതിരോധ കോട്ട ഇവിടെ ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കാരണം നിങ്ങൾക്കൊരു ഭീഷണി ഉണ്ടാകും. വലിയ പണമുള്ള ആളുകളായിരിക്കാം, വലിയ കാറുള്ള ആളുകളായിരിക്കാം, വലിയ ഇൻഫർമേഷൻ സംവിധാനം പെട്ടെന്ന് പാസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ പ്രശ്നക്കാരെന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആളുകളുടെ അടുത്ത് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, ഒന്നോ രണ്ടോ അനുഭവം ഒന്ന് പറയാം. ഇവിടെ ഈ ചുരത്തിൻ്റെ മുകളിൽ ഈ കൂന്തൻതെരുമ എന്ന് പറയുന്ന സിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ലഹരിക്കായിട്ട് അടിമപ്പെട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾക്ക്. ഇങ്ങനെ സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു 3 പേര് അവിടെ നിൽക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചെറുപ്പക്കാർ അവിടെ പോയതിന് ശേഷം അവരവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. നമ്മൾ കണ്ടു കാരണം പാലത്തിൻ്റെ അടിയിലേക്ക് ഒളിച്ചു നിന്ന് ഞങ്ങൾ അവിടെ പോയി അവരോട് എന്താ അവിടെ നിൽക്കുന്നുള്ള കാരണം എന്താണെന്ന് വെച്ചു. അല്ല, ഞങ്ങൾ വെറുതെ വന്ന് നിൽക്കുകയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അവരോട് ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അടിവാരത്ത് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ മാറി നിന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾ അടിവാരത്തുകാരാണ്. അതിനെക്കൂടെ ചോദിക്കാനുള്ള ഞങ്ങളിങ്ങനെ ലഹരി കൂട്ടായ്മ ഉണ്ടാക്കി, നിങ്ങൾക്കറിയാമല്ലോ അടിവാരം ഫുള്ളായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ടുന്ന സ്ഥാനത്തൊക്കെ ഒന്ന് അവിടെ നിൽക്കരുത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയതുകൊണ്ട്, നിങ്ങൾ ഇതിൻ്റെ അടിമകളാണ് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഫോളോ ചെയ്ത്. ആ ഫോളോ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അവർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അവിടെ നിന്ന് കുറേ വാക്കേറ്റങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അവർ എന്നോട് പറഞ്ഞിരുന്നത് എന്നെ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നതാണ്, എന്നെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ നിങ്ങളുടെ അങ്ങാടിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെഞ്ചോൺ ഹോട്ടലിൻ്റെ സൈഡിൽ വെച്ചിട്ട് അവന് ഒരു ബൈക്കുമായിട്ട് എന്നെ ഇടിക്കുകയുണ്ടായി. ഇടിച്ചു. അത് കഴിഞ്ഞ ശേഷം അവന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കിട്ടിങ്ങുണ്ട്. അവന് പിന്നെ തിരിച്ച് പോയതിന് ശേഷം അവൻ പിന്നെയും തിരിച്ചു വന്നു. എന്നോട് പ്രതികാരം തീർക്കേണ്ട ഓന് അത് റെഡിയായില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്ന് ഒരുപാട് അടിക്കുകയും ദേഹോപദ്രവങ്ങൾ ചെയ്യുകയും എൻ്റെ കൈയൊക്കെ പിന്നെ പരിക്ക് പറ്റുകയൊക്കെ ചെയ്ത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് ഞങ്ങൾ ഇത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അതിന് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു നടപടിയായിട്ട് അവർ ഇവിടെ ഒരു നടപടി എടുത്തില്ല. അത് കുറേ പ്രശ്നങ്ങളൊക്കെ ആയതിൻ്റെ ശേഷം ഇവിടെ കൊലപാതകങ്ങളും താമരശ്ശേരി അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അടുത്താണ് അവനിപ്പോൾ ഉള്ളതിപ്പോൾ ഗൾഫിലാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ എന്നോട് വിളിച്ചു ചോദിച്ചു, അവനെ പോയാൽ ഇപ്പോൾ കിട്ടാനുള്ള ചാൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പോയി കഴിഞ്ഞു. ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞെന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ അവനെ കിട്ടണമെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കണം സാറേ എന്ന് പറഞ്ഞു, എന്നാലും അവനെ കിട്ടും എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് അവന് ഗൾഫിലെത്തി പോയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറച്ച് പൈസ ചിലവായി കഴിഞ്ഞാൽ അവിടെ പോയാൽ കാണാമെന്ന് പറഞ്ഞു. അവൻ പോയോന്ന് ചോദിച്ചു. പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അവൻ്റെ ബൈക്ക് കിട്ടണം, അവന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന് സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പേരെ ഇനി ഒപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. എന്നോട് ഒപ്പിച്ചു തരണം. അത് അവിടെ കണ്ട് ഞാൻ അസിഖാനുണ്ടായി നമ്മൾ കൂടുതൽ. അപ്പോൾ അവിടെ അസിഖാനെ കണ്ടായിരുന്നു. അസിഖാനോട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അത് പിന്നെ ഇത് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി 2 ആളെ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ അസിഖാൻ എന്ത് ചെയ്ത് പറഞ്ഞ് ഒന്ന് നമ്മളെ പീക്ക് അവരെ 2 പേരെ വിളിച്ച് അവരെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഇനി പ്രതിഷേധമുണ്ടായി. അതുപോലെ അനുഭവങ്ങൾ, അക്രമോ കയ്യേറ്റവും ഉണ്ടായ
ആളുകൾ ആരെങ്കിലും വേറെ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തിക്താനുഭവങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, ഒരൊറ്റ അനുഭവം കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച കണ്ടിന്യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ അനുഭവം ചോദിച്ചാരാണ് പറയുന്നത്. അതല്ലാതെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിയെ ചെറിയ പരിപാടിയല്ല, വലിയ പരിപാടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല രാഷ്ട്രീയ പാർട്ടികളും പല പത്രങ്ങളും പല സാമൂഹിക സാംസ്കാരിക മതരംഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഇതേപോലുള്ള ഒരു പരിപാടി ഇവരാരും നടത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ തന്നെ കാണുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടിക്കിൻ്റെ ആൾക്കാർ, പ്രമുഖരായ രാഷ്ട്രീയ ആ പാർട്ടികളിലെ ആൾക്കാർ ഇന്നേ വരേക്കും ഇങ്ങനത്തെ ഒരു പരിപാടിയിലോട്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരോട് ഒരു ലീഡർഷിപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഒരാരും വന്നിട്ടില്ല. ഞങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു, സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്, വോട്ടർമാരാണ്, ഓട്ടോറിക്ഷക്കാരാണ്, ആ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് പായുന്ന ഈ കൂട്ടർ, ഇവരാണ് ഈ ലീഡർഷിപ്പ്. മറ്റുള്ളവരൊക്കെ കാണികളായി നിന്നുകൊണ്ടും അതേപോലെ മീഡിയകൾ വരുന്നവരും അതേപോലെ പത്രക്കാർ വരുന്നവരും അതേപോലെ വേദികൾ കിട്ടുന്ന അവസരത്തിലും മാത്രം മുഖം കാട്ടാൻ വേണ്ടി വരുന്ന ഒരു പ്രവണതയാണ്. അത് അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഞങ്ങൾ കൂടെ കൂടണം. നിങ്ങളും കൂടുന്നേരെ നമ്മൾ ഈ പരിപാടി വിജയിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകുന്നതിനെ മാത്രം വന്നുകൊണ്ട് നമ്മളെ പരിപാടികൾ ഞങ്ങളെ പള്ളി പ്രസിഡന്റിനെ പറ്റി പരിപാടിയാണ് ഞങ്ങൾ അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ ലഹരി പിടിച്ചേരെ ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു വിഷം, ഈ ലഹരി MDMA പിടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് പ്രൊസീജിയർ എന്നുണ്ട് ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ ഉണ്ടാവും. ഇത് നടക്കുകയാണ്. ഞങ്ങളൊക്കെ ഇതിൽ സാക്ഷികളാണ്. ഒരവസരത്തിൽ ഇതേപോലെ വിളിച്ചേറും നമ്മളെ ഈ മജീദാജി, ഞങ്ങളെ പള്ളി പ്രസിഡന്റാണ്, അതേപോലെ KC എംസക്കായി, അങ്ങനത്തെ ആൾക്കാർ അവർ ഞങ്ങൾക്കൊരു മാതൃകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ വേണ്ടി ആളെ വിളിച്ചേരും, ഒരാളെയും കിട്ടുന്നൊരു അവസരമില്ലായിരുന്നു. അത് മാതൃകയായിക്കൊണ്ട് മൂപ്പര് തന്നെ അതിന് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാകുന്നൊരവസ്ഥ ഉണ്ടായി. അതേപോലെ അംസക്കായും അതേപോലെ വന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഈ കാര്യങ്ങൾക്ക് വന്ന് മുമ്പോട്ട് നിന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ ഒന്ന് പറഞ്ഞു നമ്മളെ അടിവാരത്തിനെ പറ്റി ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു നാട്ടിലൊരു ഇത്തരം ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന വളരെ വലിയ പ്രശ്നമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പേടിയാണ് എല്ലാവർക്കും. സാക്ഷിയിട്ടാൽ ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസ് കളിപ്പിക്കും, അല്ലെങ്കിൽ സമയം ലാഗ് ചെയ്യും, കോടതിയിൽ പോയിട്ട് ഒരു ദിവസം നിൽക്കേണ്ടി വരും, അതിന് ബസ് കയറി ബസ് കൂലി വേണം, ചായ കുടിക്കണം, കോടതിയുടെ ഫീസ് കൊടുക്കണം, സ്റ്റാമ്പ് പൈസ കൊടുക്കണം, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഈ ഒരു വടകര പോകണം, അതെ, നാർക്കോട്ടിക് കോടതിയിൽ ആ സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വരും. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഈ 40 അംഗ ടീമിൽ ഇപ്പോൾ നിങ്ങൾ ആരും സാക്ഷി പറയാനും ഒപ്പിട്ട് കൊടുക്കാനൊക്കെ തയ്യാറാണോ? അതിൻ്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കമ്മിറ്റിയാണോ തരുന്നതല്ല വേറെ എന്തെങ്കിലും സംവിധാനം നിങ്ങൾക്ക് അതിനുണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, അതിൽ തന്നെ ഒന്ന് പറയട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ലാഗിങ്, കോടതിയിൽ പോകണം, സ്റ്റേഷനിൽ പോകണം, നിങ്ങളതൊക്കെ വിട്ടിട്ട് ഒരു ദിവസം മോർച്ചറിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. ഒരു ദിവസം നമ്മൾ മോർച്ചറിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. നമ്മളായി, നമ്മളെ കുടുംബത്തിനായി, നമ്മളെ നാട്ടിനായി, നമ്മളെ സമൂഹത്തിനായി എത്രത്തോളം നമ്മൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണം, ആ കുടുംബത്തിനെ എത്രത്തോളം നമ്മൾ താങ്ങണം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പോകുന്നതിനൊന്നും നമ്മളെന്തില്ല ഒരു പ്രയാസമായി കാണില്ല. പിന്നെ രണ്ടാമതായി നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇതിനുണ്ടോ? ഇതിന് വലിയൊരു സംവിധാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ടീം വർക്കാണ്. ഈ ടീം വർക്കിനുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഈ ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വക്കീലിനുണ്ട്. ഞങ്ങൾ പിന്നെ ഈ കുട്ടിക്ക് പോകുന്ന നേരം സ്വന്തമായിട്ട് വക്കീലിനൊക്കെ ഞങ്ങൾ ഈ ടീമിന് ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിന് നിയമോപദേശം തേടേണ്ട ആവശ്യമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ കാര്യങ്ങൾക്ക് സാമൂഹിക സാംസ്കാരിക മതരംഗത്തുള്ള ആൾക്കാർ സജീവമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന വിപത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു വിപത്താണ്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം അടുത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത, മാഷ് പറഞ്ഞു ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുണ്ട്, ശരിയാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരൊറ്റൊരുത്തനും ഇത് വിറ്റവനും മിസ്സായി പോവില്ല. അതേ സ്ഥാനത്ത് മാഷ നാട്ടിൽ മെനിയാന്ന് അവിടെ MDM ഇട്ട് ഓടിക്കളഞ്ഞോലെ, ഒരാൾ ഓടിക്കളഞ്ഞ അവനെ പിടിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ, അടിവാരത്തായിരുന്നെങ്കിൽ അവൻ ഓടിക്കളയില്ലായിരുന്നു, അവൻ ജയിലിലായിരുന്നു. അപ്പം അതിനുള്ളൊരു തൻ്റെടമുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും ഭംഗിയായി നടക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രസിഡന്റിന് ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും കാണണം, ഈ ഒരു കമ്മിറ്റിയും ഇപ്പോൾ ആളുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇവരുടെ സംസാരം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിഥികൾ ദയവായി കാരണം ഇത് ചർച്ചയിൽ ഏറ്റവും മനോഹരമായ ആളുകൾക്ക് ധൈര്യം കൊടുക്കുക. അടിവാരത്ത് വന്നപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഊർജ്ജമാണിത്. കാരണം ഇത് കേൾക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്.
സാധാരണഗതിയിൽ ഒരു മഹല്ല് കമ്മിറ്റിക്കും ക്ഷേത്ര കമ്മിറ്റികൾക്കും ചർച്ച് കമ്മിറ്റികൾക്കും വായനശാലകൾക്കും ഒക്കെ ആദ്യം ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് അവർ സംഘടിക്കേണ്ടത് ഈ ഇത്തരം പ്രവർത്തനത്തിൽ ഏതെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആദ്യം പിന്തുണ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രൈമറി. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവൻ മുഖാന്തരം ഇപ്പോൾ അടി കൊണ്ടു എന്ന് പറഞ്ഞു, ബൈക്ക് തട്ടിച്ചു എന്ന് പറഞ്ഞു, എന്തിനും മടിക്കാത്ത മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ഇവർക്കെതിരെ സാക്ഷി പറയാൻ ഒരാള് അല്ലെങ്കിൽ ഒരു ടീം ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അതിന് അടിവാരം ഒരു മാതൃകയാണ്. അടിവാരത്തെ തിരുത്തി വായിക്കേണ്ട ഘട്ടം ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു മാതൃകയാണ്. കേരളത്തിനകത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിലെ ഒറ്റപ്പെടുത്തൽ മാത്രമല്ല, അവർക്ക് ആരാണോ ഇരയാക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ലഹരി മാഫിയകളുടെ ഭീഷണിക്ക് ഇരയാകുന്നത് അവർക്ക് പിന്തുണ കൊടുക്കുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ആ ഘട്ടം വളരെ സക്സസ് ആയി നടപ്പിലാക്കുന്ന ഒരു പ്രദേശമായി അടിവാരത്തെ അഭിമാനത്തോടു കൂടി ഞാൻ ഇവിടെ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ, മലയാളികൾക്ക് മുമ്പിൽ അടിവാരത്തിന്റെ മാതൃക നടപ്പിലാക്കാൻ ഞാൻ സുപ്രഭാതത്തിൽ നിന്ന് സുപ്രഭാതം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്.